കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മത്തായി എഴുതിയ സുവിശേഷം 19 അധ്യായം 27 വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു. പത്രോസ് അവനോട്, ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചുവല്ലോ, ഞങ്ങൾക്ക് എന്ത് കിട്ടും എന്ന് ചോദിച്ചു. എൻ്റെ പ്രിയ ദൈവമക്കളെ, എന്ത് കിട്ടും എന്നാണ് ഇന്ന് ലോകത്തിൽ പലരും വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ത് ചെയ്താലും അതിലൊരു വലിയ ലാഭം അന്വേഷിച്ചാണ് നോക്കുന്നത്. മനുഷ്യൻ ഇന്ന് ഒരു മനുഷ്യൻ്റെ നന്മയല്ല നോക്കുന്നത്, പക്ഷേ നോക്കുന്നത് തനിക്ക് കിട്ടുന്ന ലാഭം. അതേപോലെ തന്നെ യേശുവിനെ അനുഗമിച്ച് വന്ന ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കുകയാണ്, കർത്താവെ, ഞങ്ങളുടെ വല, ജോലി, കുടുംബം എല്ലാം വിട്ട് ഞങ്ങൾ നിന്നെ അനുഗമിച്ചു. ഇന്നിതാ വർഷങ്ങൾ നിൻ്റെ പുറകെ നിന്ന് ഞങ്ങൾ നടക്കുകയാണ്, ഞങ്ങൾക്ക് എന്ത് കിട്ടും എന്ന് പറഞ്ഞാൽ ലോകത്തിൽ അവർക്കൊന്നും അതുവരെയും ഒന്നും സമ്പാദിക്കാനൊന്നും കഴിഞ്ഞില്ല. പോകുന്നിടത്തിൽ നിന്ന് തിന്നാൻ കിട്ടും, തൻ്റെ കുടുംബത്തിന് എന്തെങ്കിലും ആഹാരത്തിൽ വിധം അവർ കൊണ്ടു കൊടുക്കും. ആ മിച്ചം എടുത്ത 12 കുട്ട അത് തൻ്റെ കുടുംബങ്ങളിലേക്ക് ദൈവം കൊടുത്തുവെച്ചു. അങ്ങനെയൊക്കെ പോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ദൈവം. പിന്നെ ഇപ്പോൾ വരിപ്പണം കെട്ടാനും മീനിൻ്റെ വാലിന് പണം എടുത്ത് ഇങ്ങനെ അന്നുള്ള കാര്യങ്ങൾ നടന്നു പോകുന്നതല്ലാതെ തങ്ങൾക്കെന്ന് പറഞ്ഞ് ഒന്നും സമ്പാദിക്കാൻ കിട്ടാതിരിക്കുന്നത് കൊണ്ടാണ് പത്രോസ് ചോദിക്കുകയാണ്, നിന്നെ അനുഗമിച്ചു ഞങ്ങൾക്ക് എന്ത് കിട്ടുമെന്ന്. എൻ്റെ പ്രിയ ദൈവമക്കളെ, ഇന്ന് സകലതും വിട്ട് നിങ്ങൾ ദൈവത്തിന് വേണ്ടി നിൽക്കുകയാണോ? നിങ്ങൾ ദൈവത്തിലേക്ക് വന്നതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ചൊക്കെ നഷ്ടപ്പെട്ടോ, ബന്ധുക്കളെ നഷ്ടപ്പെട്ടോ, നിങ്ങൾക്ക് എന്ത് കിട്ടുമെന്ന് അതിൻ്റെ 28 വാക്യത്തിൽ ശിഷ്യന്മാരോട് കർത്താവ് ഇങ്ങനെ പറയുന്നു. യേശു അവരോട് പറഞ്ഞു, എന്നെ അനുഗമിച്ചിരിക്കുന്ന നിങ്ങൾ പുനർജനനത്തിൽ മനുഷ്യപുത്രൻ തൻ്റെ മഹത്വത്തിൽ സിംഹാസനത്തിലിരിക്കുമ്പോൾ നിങ്ങളും 12 സിംഹാസനങ്ങളിലിരുന്ന് ഇസ്രായേൽ ഗോത്രം 12നും ന്യായം വിധിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന്. പ്രിയ ദൈവമക്കളെ, ദൈവം തന്നെ സത്യം ചെയ്ത് പറയുകയാണ്, നിങ്ങൾക്ക് ഈ ലോകത്തിലല്ല കിട്ടുന്നത്, എൻ്റെ രാജ്യത്തിൽ വരുമ്പോൾ അതിൻ്റെ പ്രതിഫലം നിങ്ങൾ അവിടെ കാണുമെന്ന്. പ്രിയ ദൈവമക്കളെ, ദൈവത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ച നിങ്ങൾക്കും അതേപോലെ ഒരു മഹത്വമേറിയ ഒരു കിരീടം നിങ്ങൾക്കായി കാത്തിരിക്കുന്നു, ഒരു വാസസ്ഥലം നിങ്ങൾക്കായി ഒരുക്കിയിട്ടിട്ടുണ്ട് എന്നുള്ള പ്രത്യാശയോട് എല്ലാ കഷ്ടവും നഷ്ടവും സഹിച്ച് ഈ ലോകയാത്ര മുമ്പോട്ട് പോകുവാൻ ദൈവം നമുക്ക് ഓരോരുത്തർക്കും കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ആ സ്വർഗസ്ഥ പിതാവേ, ഈ ലോകത്തിലുള്ള സകലതും ചപ്പും കുപ്പയും എന്ന് എണ്ണിയിട്ട് കർത്താവെ, സകലതയും കളഞ്ഞ് നിൻ്റെ പുറകെ നിന്ന് ഇറങ്ങിത്തിരിച്ച നിൻ്റെ മക്കൾക്ക് വെച്ചിരിക്കുന്ന അനുഗ്രഹത്തെ കാണുവാൻ ഓരോ വിശ്വാസികളുടെയും ഓരോ ദൈവമക്കളുടെയും കണ്ണുകളെ നീ തുറന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.